കടുത്ത സാമ്പത്തിക ഞെരുക്കത്തെ തുടർന്ന് RC ബുക്കിന്റെ ഉൾപ്പെടെ പ്രിന്റിംഗ് നിലച്ചതോടെ പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ് യൂസ്ഡ് കാർ വിൽപ്പനക്കാർ. പേരുമാറ്റത്തിന് കാലതാമസം എടുക്കുന്നതോടെയാണ് വാഹന വിൽപ്പന പൂർണ്ണമായും മുടങ്ങിയ അവസ്ഥയിലായത്. മോട്ടോർ വാഹന വകുപ്പിനെതിരെ പരസ്യ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് വിൽപ്പനക്കാർ ഇപ്പോൾ. RC ബുക്കിന്റെയും ലൈസൻസിന്റെയും ഒക്കെ അച്ചടിയിലെ കാലതാമസം പ്രതിസന്ധിയിലാക്കിയത് വാഹന ഉടമകളെ മാത്രമല്ല. കേരളത്തിലെ യൂസ്ഡ് കാർ കച്ചവടം ഇന്ന് നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളികളാണ്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്ക് എന്നിവയുടെ അച്ചടി നിലച്ചിട്ട് മാസങ്ങളായി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമായി മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. പ്രിന്റിംഗ് നിലച്ചതോടെ RC ബുക്കുകൾ കിട്ടാതായി. യൂസ്ഡ് കാർ വിൽപ്പന ശിഥിലമായി. വാഹനം വാങ്ങുന്നവർക്ക് യഥാസമയം RC ബുക്കിൽ പേര് മാറ്റി നൽകാനാവാത്തതാണ് മേഖലയെ തകർത്തു കളഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച് ഉള്ള വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ തൊഴിലുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുണ്ടായിരിക്കുക. എൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്ന എല്ലാ ഫീസുകളും അടച്ചുകൊണ്ട്, ലക്ഷക്കണക്കിന് രൂപ ടാക്സ് അടച്ചുകൊണ്ട് ഒരു വാഹനം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്തിട്ട് RC കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പോഴത്തെ നിലവിലുള്ളത്. ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണ്. കാരണം ഒരു വാഹനം വാങ്ങിയിട്ട് നമുക്ക് അതിന് കൃത്യമായിട്ടുള്ളൊരു രേഖ അതിൻ്റെ ഓണർക്ക് ലഭിക്കില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയത് സർക്കാരാണ്. കഴിഞ്ഞ 1.5 മാസത്തിനിടെ വിൽപ്പനയിലുണ്ടായത് വന്നിടുവെന്ന സ്ഥാപന ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നു. പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിച്ചത് എറണാകുളം ജില്ലയിലെ കച്ചവടക്കാരെയാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ യൂസ്ഡ് കാർ വിൽപ്പന നടന്നിരുന്ന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു കൊച്ചി. ഇവിടെയും കച്ചവടം നന്നേ കുറഞ്ഞു. ഇതോടെ മേഖല ഉപേക്ഷിച്ചവരും ഏറെയാണ്. RC പ്രിന്റ് ചെയ്ത് കിട്ടുന്നില്ല എന്ന് പറയുന്നൊരു ഇഷ്യൂ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അതൊരു വലിയൊരു ഇഷ്യൂ തന്നെയാണ്. കാരണം ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ, ആദ്യം തന്നെ വണ്ടി വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15 ദിവസത്തിനുള്ളിൽ ആ ഇൻഷുറൻസിൻ്റെ പേര് വാങ്ങിക്കുന്ന ആളുടെ പേരിലേക്ക് മാറണമെന്നൊരു നിയമമുണ്ട്. എന്നാലേ നമുക്ക് ഇൻഷുറൻസ്, വണ്ടി എന്തെങ്കിലും ആക്സിഡൻ്റ് ആയാലോ ക്ലെയിം ആയാലോ നമുക്ക് ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ. ഈ RC ബുക്ക് പ്രിൻ്റ് ചെയ്ത് വരാത്തത് മൂലം ഇൻഷുറൻസിൻ്റെ പേര് മാറാൻ ഒരിക്കലും ഒരു വാങ്ങിക്കുന്ന ആൾക്ക് സാധിക്കുന്നില്ല. 15 ദിവസം പോയിട്ട് ഇപ്പോൾ ഒരു 3 മാസമായിട്ട് പോലും RC പ്രിൻ്റ് ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ ആ ഇൻഷുറൻസിൽ പേര് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറിജിനൽ RC ഇൻഷുറൻസ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു ഇഷ്യൂ തന്നെയാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ അശാസ്ത്രീയ നടപടികളും RT ഓഫീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിയമപരമല്ലാത്ത ഇടപെടലുകളും ഒക്കെ ചൂണ്ടിക്കാണിച്ച യൂസ്ഡ് വെഹിക്കിൾസ് ഡീലർമാരുടെ സംഘടന സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു തൊഴിൽ മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് പ്രിന്റിംഗ് പ്രതിസന്ധി നീങ്ങുമ്പോഴും സർക്കാർ മൗനത്തിലാണ്. ബദൽ മാർഗങ്ങൾ തേടുന്നതിലും മെല്ലപ്പോക്ക് തുടരുന്നു. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24.